ചേർന്നിടാം. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ജോർഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ജോർഡാൻ, അങ്ങനെ ഒരു രാജ്യം ചരിത്രത്തിൽ ഇല്ല. ഈ ജോർഡാൻ എങ്ങനെ ഉണ്ടായി? 1920 ലീഗ് ഓഫ് നേഷൻ ഫലസ്തീൻ്റെ മണ്ണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുത്തു. 1921 ബ്രിട്ടീഷുകാർ 77% കീറിയെടുത്തിട്ട് ജോർദാന്റെ അങ്ങേക്കര, ട്രാൻസ് ജോർഡാൻ എന്ന അതിൻ്റെ പേര്, അവിടെ പലസ്തീനികൾ പാർക്കുവാൻ കൊടുത്തു. അതിൻ്റെ പേരാണ് പിന്നീട് 46 ജോർഡാൻ എന്ന പേരിൽ മാറ്റിയത്. ജോർഡാൻ വാസ്തവത്തിൽ പലസ്തീനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. 77% സ്ഥലം കൊടുത്തു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ജോർഡാനിൽ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. ജോർഡാനിൽ പാർക്കുന്ന അവർ തന്നെ പറയുന്നു 60% കൂടുതൽ ആളുകൾ പലസ്തീനികളാണ്. ഇന്ന് ജോർഡാനിലുള്ളത് പലസ്തീനികളാണ്. ഈ ഏദോമ്യരുടെ പർവ്വതം എന്ന് പറയുന്നത് ജോർദാന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന പെട്ര മുതലായ പർവ്വത നിരകളാണ്. ഇസ്രായേലിനോട് യുദ്ധത്തിന് അവർ കടന്നു വന്നു. 48 യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തിട്ട് അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ആ സ്ഥലം 67 ഇസ്രായേൽ തിരിച്ചു പിടിക്കുന്നത്. എസെക്കേൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഞാനതും ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിൽ പറഞ്ഞ് ഞാൻ അവിടെ വന്ന് വിടുകയാണ്. ആദ്യത്തെ 24 അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ തകർച്ച, ആ രാഷ്ട്രം തകർന്നു പോകുന്നത്, പാപത്തിൻ്റെ ഫലമായി അവർ തകരുന്നത് ദൈവം പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി. ആദ്യത്തെ 24 അധ്യായം. പിന്നീട് 25 തൊട്ട് 32 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ചുറ്റും കിടക്കുന്ന 7 രാഷ്ട്രങ്ങളെ ദൈവം ശിക്ഷിക്കുന്നത്, പേര് പറഞ്ഞ രാഷ്ട്രങ്ങളെ എടുത്തു പറയുന്നതാണ് 25 തൊട്ട് 32 വരെയുള്ള അധ്യായങ്ങളിൽ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 33 തൊട്ടുള്ള അധ്യായത്തിലേക്കാണ് ഈ രാത്രി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 33 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങൾ യഹൂദൻ്റെ യഥാസ്ഥാനവും മശീഹയുടെ മടങ്ങിവരവുമാണ്. ഏതാണ്ട് 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ യഹൂദൻ്റെ യഥാസ്ഥാനവും, 40-ാം അധ്യായത്തിൽ അവരുടെ മശീഹ മടങ്ങി വന്ന് യഹൂദന് വീണ്ടും സഹസ്രാബ്ദ ദേവാലയം പണിയുന്നതും അവർക്ക് ഒരു ദേശം ഭാഗിച്ചു കൊടുക്കുന്നതും 40-ാം അധ്യായം തുടങ്ങി കാണുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ലഭിച്ചിരിക്കുന്ന സമയം ഒട്ടും കളയാതെ ഞാൻ അതിൽ നിന്ന് ചിലത് പെറുക്കിയെടുത്ത് ദൈവമക്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിഷയം 33-ാം അധ്യായം തുടങ്ങി 39 വരെയുള്ള അധ്യായമാണ്. 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ. ആ 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ കാലത്തിൻ്റെ അന്ത്യമെന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവരുടെ മശീഹയുടെ മടങ്ങിവരവിൻ്റെ കാലഘട്ടമാണ്. അവരുടെ മശീഹയുടെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ നടക്കേണ്ടതാണ് 33 തൊട്ടുള്ള അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഈ 2 രാത്രികളിൽ ആ ഭാഗത്ത് നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഇരുന്നപ്പോഴും ഓർത്തുപോയി, ദൈവം എന്തിനാണ് ഈ ഭാഗങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എസെക്കേലിൻ്റെ സമകാലീനനായ ജെരമ്യാവ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുന്നു. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. സ്വർഗത്തിലെ ദൈവം ഭാവിയിൽ നടക്കേണ്ടത്, തൻ്റെ പുത്രൻ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുന്നത്, അതോടനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്നത്, ഇസ്രയേലിൽ നടക്കുന്നതൊക്കെ വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ വെളിപ്പെടുത്തിയത് നിവർത്തിക്കപ്പെടുവാൻ യെരമ്യാ 1:12 വായിക്കുന്നു, ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. ലോകരാഷ്ട്രീയ ഗതികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം പറഞ്ഞതുപോലെ സംഭവങ്ങൾ നടക്കുവാൻ ദൈവം നിയന്ത്രിക്കുന്നു. ഐ ആം വാച്ചിങ് ഓവർ, ഞാൻ ജാഗരിക്കുകയാണ്. അതേസമയം ദൈവമക്കളോട് യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഐ ആം വാച്ചിങ്, യു ഓൾസോ വാച്ച്. ഞാൻ എൻ്റെ വചനം നിവർത്തിക്കാൻ ജാഗരിക്കുകയാണ്. എൻ്റെ വചനം ഞാൻ നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ലോകരാഷ്ട്രീയ ഗതികളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് ദൈവജനത്തോട് ആവശ്യപ്പെടുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിലും വായിക്കുന്നു, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും
സുബോധമുള്ളവരായിരിക്കുക. അവിടെയും വായിക്കുന്നു ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കുക എന്നുള്ള വാക്ക് വാച്ച് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു തന്നു, മശിഹ വരുന്നതിന് മുമ്പ് എന്തെല്ലാം ലോകരാഷ്ട്രീയത്തിൽ നടക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വാച്ച് ചെയ്യണം. നിങ്ങൾ എൻ്റെ കരങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 2 രാത്രികളിൽ ഇതിൽ ഏതാണ്ട് 5 അധ്യായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എസെക്കിയേൽ ഞാൻ ഓർപ്പിച്ചു 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. എന്നാൽ എൻ്റെ ശ്രദ്ധ ചെന്നുപെട്ടു, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു ഭാഗത്തിൽ ചെന്നുപെട്ടു. ഞാൻ ഒരല്പസമയമെടുത്ത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് തെളിയിച്ചു തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ആരംഭത്തിൽ അത് തെളിയിച്ചു തരാനായിട്ട് ശ്രമിക്കും. അതോടനുബന്ധിച്ച് ഈ പുസ്തകത്തിലെ ആ പ്രവചനങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 35-ാം അധ്യായം, 36-ാം അധ്യായം, 37-ാം അധ്യായം, 38-ാം അധ്യായം, 39-ാം അധ്യായം, 35 തൊട്ട് 39 വരെയുള്ള 5 അധ്യായങ്ങളിലെ വിഷയം ഒരു വിഷയമാണ്, ഒറ്റ വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ മുൻപിലിരുന്ന് തന്നെ ശ്രദ്ധിക്കുന്നവർ മാത്രമല്ല, ഈ ശബ്ദപരിധിക്കുള്ളിൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നവര് ലോകത്തിൻ്റെ 4 കോണിലുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, നാം വന്നെത്തിയ ദിവസങ്ങളെ ഗ്രഹിക്കുവാൻ വളരെ വളരെ ഗൗരവമേറിയ ഒരു വസ്തുതയാണ് ഈ 5 അധ്യായങ്ങളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നിവർത്തിക്കാൻ ദൈവം ജാഗരിക്കുന്നു. ലോകരാഷ്ട്രീയത്തെ നാം ശ്രദ്ധിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി 35-ഉം 36-ഉം അധ്യായം നമുക്ക് നോക്കാം. 35-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 36-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എനിക്കറിയാം എൻ്റെ മുന്നിൽ 1 മണിക്കൂർ പോലും ഇല്ലേ, എനിക്ക് പരിമിതമായ സമയമേ ഉള്ളൂ. എങ്കിലും അതിൽ പ്രസക്തമായത് ഞാൻ എടുത്ത് പറയാം, അല്ലെങ്കിൽ നാളെ കൂടെ പറയാനായിട്ട് ബാക്കി ഭാഗം ശേഷിക്കുകയാണ്. ഈ 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങി 36-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരെയുള്ള വിഷയം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവം ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മൾ നോക്കിയാട്ടെ, 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മനുഷ്യപുത്ര, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് ഈ പർവ്വത നിരകളെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ദൈവം സംസാരിക്കുകയാണ്. സെയീർ പർവ്വതത്തോട് പറയണം. അതിനുശേഷം 36-ാം അധ്യായം വേറെ ഒരു പർവ്വതത്തോട് ദൈവം പറയുന്നു. 36-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്. എന്നെ പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്തിനാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? 35-ാം അധ്യായത്തിൽ സെയീർ പർവ്വതത്തോട് പറയണം, 36-ാം അധ്യായത്തിൽ ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം. ഈ പർവ്വത നിരകളിലെ ആളുകളെയാണ് ദൈവം പറയുന്നത്. ഇവിടെ പ്രാരംഭമായി ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ നമ്മൾ ഓർക്കണം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രയോഗമാണ് ഇസ്രായേൽ പർവ്വതം. ബൈബിളിൽ വേറെ എങ്ങുമില്ലേ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ബൈബിളിൽ വേറെ എങ്ങും ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം സംസാരിക്കുന്നില്ല. എസെക്കിയേലിൽ മാത്രം കാണുന്ന ഒരു പ്രയോഗമാണ് ഇസ്രായേൽ പർവ്വതങ്ങൾ. ദൈവം എന്തിനാണ് ഇസ്രായേലിനോട് സംസാരിക്കണമെന്ന് പറയാതെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണമെന്ന് പറഞ്ഞത്? അതിനകത്ത് എന്തെങ്കിലും ആശയമുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എസെക്കിയേൽ പ്രവാചകൻ ഏതാണ്ട് 20 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നു. 20 പ്രാവശ്യം എടുത്തു നോക്കാൻ സമയമില്ല. എന്നാൽ നമ്മൾ ഓർക്കണം, 18 പ്രാവശ്യം ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഇസ്രായേലിന്റെ ഉന്നത പർവ്വതങ്ങൾ എന്ന് പറയുന്നു. ഏതാണ് ഈ ഭാഗം? ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ, ചില വികാരങ്ങളെ ആസ്പദമാക്കിയല്ലേ, എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാനായിട്ടല്ലേ. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാനായിട്ട് കഴിയും. ഏതാണ് ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ? ഞാൻ 2 തെളിവുകൾ തരാൻ പോവുകയാണ്. 2 തെളിവുകൾ. ഒന്ന്, ഈ ഇസ്രായേൽ പർവ്വത നിരകൾ ഒരു യഹൂദന്റെ മാപ്പ് എടുത്ത് വെച്ചിട്ട് പരിശോധിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ഇസ്രായേലിന്റെ മാപ്പ് എടുത്തിട്ടൊന്ന് പരിശോധിക്കണം. എൻ്റെ കയ്യിൽ ഇസ്രായേലിന്റെ മാപ്പ് പലതുണ്ട്. അതിൽ ഒരു മാപ്പ് പ്ലാസ്റ്റിക്കിൽ ഉള്ള മാപ്പാണ്. ഞാനത് ഇസ്രായേലിൽ തന്നെ മേടിച്ചതാണ്. ഞാനത് മേടിക്കാൻ കാരണം ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ എംബോസ് ചെയ്ത ഒരു മാപ്പായിരുന്നു. ആ മാപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എവിടുമാണ് ദൈവം ഈ പരാമർശിക്കുന്ന ഭാഗം? വേറെ തിരുവചനത്തിൽ നിന്ന് തെളിവ് തന്നിട്ട് ഞാൻ പറയാം. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ ഒരുപാട് വാക്യമുള്ളതിൽ 2 വാക്യമേ ഞാൻ വായിക്കുന്നുള്ളൂ.
ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇത് തെളിയിക്കാതെ ഈ പ്രസംഗങ്ങൾ 2 രാത്രികളിൽ ഒരു വിലയുമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബേർശേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ള സഭകളൊക്കെയും. അവിടെ നോക്കട്ടെ, ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ പാർത്തത് എവിടെയാണെന്നറിയാമോ? യഹൂദന്റെ ഇസ്രായേലിന്റെ വടക്കേ അറ്റമാണ് ദാൻ, ഏറ്റവും വടക്കേ അറ്റം ദാൻ. അവിടം തൊട്ട് ബർഷീബ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മധ്യഭാഗത്തിന്റെ അല്പം താഴെയാണ്. അവിടെയാണ് അബ്രഹാം പാർത്തത്, ബർഷീബയിലാണ്. ഈ ബർഷീബയുടെ താഴോട്ട് ആളുകളില്ല, കാരണം അത് മരുഭൂമിയാണ്. നാം ഇന്ന് അറിയപ്പെടുന്ന നെഗബ് മരുഭൂമിയാണ്, അവിടെ ആളുകളില്ല. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ആളുകൾ പാർക്കുന്നത് ദാൻ മുതൽ ബർഷീബ വരെയുള്ള സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ വായിച്ചത്, ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ എല്ലാവരും. ഒരു വാക്യം കൂടെ എടുക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ ഒരുപാട് വാക്യമുണ്ട്, ഒരു വാക്യം കൂടെ. 1 ശമൂവേൽ 3-ാം അധ്യായം എടുത്താട്ടെ. 1 ശമൂവേൽ 3-ാം അധ്യായം, 1 ശമൂവേൽ 3-ന്റെ 20-ാം വാക്യം നോക്കിയാട്ടെ. 1 ശമൂവേൽ 3-ന്റെ 20. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും. മതി, ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ മുഴുവനും. എന്റെ പ്രിയപ്പെട്ടവരെ, ദാൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വടക്കേ അറ്റത്താണ്. ബർഷേബ അതിന്റെ മധ്യഭാഗത്തിന്റെ അല്പം താഴെയാണ്. താഴോട്ട് പിന്നെ മരുഭൂമിയാണ്, നെഗവ് മരുഭൂമി. ഇസ്രായേലിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ദാൻ മുതൽ ബർഷേബ വരെയുള്ള സ്ഥലമാണ്. ഇനി ഈ 2 പ്രതലത്തിന്റെ ഇടയിലുള്ള പർവ്വതങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ ഇസ്രായേലിന്റെ ഹൃദയത്തിൽ പൊന്തി നിൽക്കുന്ന പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങൾ ഏതാണെന്നറിയാമോ? ജൂഡിയ, ശമരിയ പർവ്വതങ്ങൾ. ജൂഡിയ, ശമരിയ പർവ്വതങ്ങൾ. ഒരു തെളിവൂടെ തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 20-ാം അധ്യായം എടുത്താട്ടെ, എസെക്കേൽ 20. അത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. 2 തെളിവുകൾ കൊണ്ട് ഈ സ്ഥലം ഞാൻ ഐഡന്റിഫൈ തരാൻ പോവുകയാണ്. എസെക്കേൽ 20-ന്റെ 40-ാം വാക്യം നോക്കിയാട്ടെ. എസെക്കേൽ 20-ന്റെ 40. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ, ഇസ്രായേലിന്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവിടെ ഞാൻ അവരെ സ്വീകരിക്കും. അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളൊക്കെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും. എവിടെയാണ് ഈ സ്ഥലം? ദൈവം യഹൂദൻ കൊണ്ടുവരുന്ന യാഗങ്ങളും വഴിപാടുകളും സ്വീകരിക്കുന്ന സ്ഥലം യെരുശലേമാണ്. യെരുശലേം ഏതാണ്ട് 2000 അടി കിളരമുള്ള പർവ്വത നിരയാണ്. നമ്മൾ ഇന്നറിയാം ടെമ്പിൾ മൗണ്ട് ഏറിയ. ആ പ്രദേശമാണ് ഇവിടെ പറയുന്നത് ഇസ്രായേലിന്റെ ഉന്നത പർവ്വതം. അവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന വഴിപാടുകൾ, യാഗങ്ങൾ ഞാൻ സ്വീകരിക്കും. യാതൊരു തർക്കവുമില്ല. ആ പറയുന്നത് ടെമ്പിൾ മൗണ്ടാണ്, അല്ലെങ്കിൽ യെരുശലേമിന്റെ ഉന്നത പർവ്വതമായ യെരുശലേമാണ്. എൻ്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഇസ്രായേലിന്റെ ദാൻ മുതൽ ബർശേബ വരെയുള്ള ആ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ ഇസ്രായേലിന്റെ മധ്യഭാഗം, ഹൃദയഭാഗത്തിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ജൂഡിയ, ശമരിയ എന്നാണ് ബൈബിളിന്റെ പേര്. അതിൻ്റെ പേര് ആധുനിക ലോകത്തിൽ ഏതാണെന്നറിയാമോ? വെസ്റ്റ് ബാങ്ക്. ഇന്ന് വാർത്തകളിൽ വായിക്കുന്ന വെസ്റ്റ് ബാങ്ക്, ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗമല്ല, പടിഞ്ഞാറ് ഭാഗം, വെസ്റ്റ് പാർട്ട്. ഈ വെസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇപ്പൊ ചിന്തിച്ച ഈ പർവ്വതനിരകൾ. സ്വർഗത്തിലെ ദൈവം 2600 വർഷം മുമ്പ് ഈ പ്രതലം അന്ത്യകാലത്തിൽ പ്രശ്നമുഖരിതമാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് 3 പ്രാവശ്യം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെയാണ്. ഞാൻ വാക്യങ്ങൾ തരാം, വായിക്കേണ്ട. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. ഏലോൻ മോറെ, ശേഖേം എന്ന് പറയുന്ന സ്ഥലം, ഇന്നത്തെ നെബുലസ്, വെസ്റ്റ് ബാങ്കിലാണ് ആ സ്ഥലം. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ട അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് നിന്റെ സന്തതിക്കും ഈ സ്ഥലം തന്നിരിക്കുകയാണ്. രണ്ടാമത് ഉൽപ്പത്തി 13-ന്റെ 13-ാം അധ്യായത്തിൽ ബെഥേലിനും ഹായിക്കും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും അത് ഈ വെസ്റ്റ് ബാങ്കിന്റെ പ്രതലമാണ്. ഒരു ഭാഗം കൂടെ ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാം അധ്യായം ദൈവം ഹെബ്രോനിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അതും വെസ്റ്റ് ബാങ്കാണ്. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 3 പ്രാവശ്യം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് ഈ സ്ഥലം നിനക്ക് നിന്റെ സന്തതിക്കുമുള്ളതാണെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വത നിരകളിലാണ്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. ദൈവം എസെക്കേൽ പ്രവചനം 36-ാം അധ്യായം നിങ്ങൾ നോക്കിക്കേ. ആ 36-ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ ഈ പറയുന്നത് ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. ഒരു കാര്യം ഓർക്കുക, ദൈവം ഇസ്രായേലിനോട് പ്രവചിച്ച് പറയണമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന് അങ്ങനെ പറയാമായിരുന്നല്ലോ. ദൈവം അങ്ങനെ പറയാതെ ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണമെന്ന് എന്തിനാ പറഞ്ഞത്? ഈ പർവ്വത നിരകളെ കണ്ടുകൊണ്ടാണ് ദൈവം പറയുന്നത്. 5 അധ്യായത്തിലെ വിഷയം ഇതാണ്. 5 അധ്യായം
നിങ്ങൾക്കറിയാം, ഇന്നൊരു രാഷ്ട്രീയ നേതാവിനോട്, ലോക രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പലസ്തീൻ ഇസ്രായേൽ പ്രശ്നമാണ്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നമാണ്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജൂഡിയ ശമരിയ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ വിട്ടുകൊടുക്കണം. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം, 2016 ബാരക് ഒബാമ രണ്ടാമത്തെ ടൈം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ബാരക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. 2016 ഡിസംബറിൽ തൻ്റെ സെക്കൻഡ് ടൈം കഴിയുകയാണ്. പിന്നീട് 2017 ജാനുവരി തൊട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുകയാണ്. തനിക്ക് അവസാനമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. 2016 ഡിസംബറിൽ UN സെക്യൂരിറ്റി കൗൺസിൽ കൂടി. 15 രാജ്യങ്ങളാണ് സെക്യൂരിറ്റി കൗൺസിലിൽ. ആ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രബന്ധം കൊണ്ടുവരുന്നു, ഇസ്രയേലിന് വിരോധമായ ഒരു പ്രബന്ധം. നടന്ന കാര്യം നിങ്ങൾ നെറ്റിൽ കയറിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. 2016 ഡിസംബറിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രബന്ധം കൊണ്ടുവന്നു. എന്താ പ്രബന്ധം? ഇസ്രയേൽ 48 സ്വതന്ത്രമായില്ലേ, ഒരു രാജ്യമായില്ലേ? 13 മാസം അവരുടെ യുദ്ധം നിന്നു. അന്ന് ആ 13 മാസം യുദ്ധം കഴിഞ്ഞിട്ട് 49 യുദ്ധം നിർത്തിയപ്പോൾ അതിരുകൾ വരച്ചു. അതിരുകൾ വരച്ച ആ അതിരുകളിലേക്ക് ഇസ്രായേൽ മടങ്ങിപ്പോകണം. നിങ്ങൾക്കറിയാം, ചിലർക്കെങ്കിലും അറിയാം, 48 ഇസ്രായേൽ സ്വതന്ത്രമാകുമ്പോൾ അവരുടെ 1% ജനങ്ങളെ കൊന്നുകളഞ്ഞു അറബികൾ. അന്ന് വീരോടെ അവർ പോരാടി ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുത്തു. യെരുശലേം, കിഴക്കൻ യെരുശലേം പിടിച്ചെടുത്തു. ആ സ്ഥലം വിട്ടുകൊടുക്കണം, ഇസ്രായേൽ അതിൻ്റെ അപ്പുറത്ത് പോകണം. സാധാരണ ഇസ്രായേലിന് വിരോധമായി കൊണ്ടുവരുന്ന ഒന്നും പാസ്സാക്കാൻ അമേരിക്ക സമ്മതിച്ചില്ല. എന്നാൽ ആദ്യമായി 2016 ഡിസംബറിൽ ബാരക് ഒബാമ അമേരിക്ക മൗനമായി ഇരുന്നിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രായേലിന് വിരോധമായി ഒരു പ്രബന്ധം പാസാക്കി. ആ പ്രബന്ധം എന്താണ്? വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം, കിഴക്കൻ യെരുശലേം വിട്ടുകൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സെക്യൂരിറ്റി കൗൺസിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ളവർ. അവർ പാസ്സാക്കിയിട്ടിരിക്കുകയാണ്, ഇസ്രായേൽ പിന്മാറണം, 48 മുമ്പുള്ള അതിരിലേക്ക് പോകണം. പോയാൽ ഈ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം, ഈസ്റ്റ് ജെറുസലേം, കിഴക്കൻ യെരുശലേം വിട്ടുകൊടുക്കണം. പിന്നെന്തോ പറ്റി? സാധാരണ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കുന്നത് നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കടന്നു വന്ന് ഒരു യുദ്ധം നടക്കും. എന്തുകൊണ്ടാണ് യുദ്ധം നടക്കാഞ്ഞത്? 2016 ഡിസംബറിലാണ് UN പാസ്സാക്കിയത്. എന്നാൽ അതിൻ്റെ ശേഷം ഉടനെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി. ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നും ആ നിബന്ധന അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 അധ്യായങ്ങളിലെ വിഷയം ഇസ്രായേൽ പർവ്വതങ്ങളാണ്. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നമാണ്. എൻ്റെ സഹോദരന്മാരെ, ഇതൊരു കിഴവിക്കഥയോ വികാരത്തിൽ നിന്ന് പറയോ ചെയ്യുന്നതല്ല. ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവവചനത്തിൻ്റെ സത്യമാണ്. ഇനി നമുക്ക് നോക്കാം, 35-ാം അധ്യായത്തിലേക്ക് വരാം. ഈ 39-ാം അധ്യായത്തിൽ ദൈവം ഒരു കൂട്ടരോട് പറയുന്നു. ആരാണത്? സെയീർ പർവ്വതത്തോട് പറയണം. ആരാണ് ഈ സെയീർ പർവ്വതത്തിൽ പാർക്കുന്നത്? സെയീർ പർവ്വതത്തിൽ പാർക്കുന്ന ഒറ്റ വാക്യം വായിച്ചാൽ മതി. ഉൽപ്പത്തി 36-ന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 36-ന്റെ 8. അങ്ങനെ ഏദോം എന്നും പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. ഏശാവ് എന്ന പേരുള്ള ഏദോം സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. അപ്പോൾ ഏശാവിന്റെ വംശമാണ് ഏദോമ്യരെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാണത്? നിങ്ങൾ ഓർക്കണം, അറബി ദേശക്കാര് ഇസ്മായിലിന്റെ 12 മക്കളിൽ നിന്നാണ് നമ്മളൊക്കെ ജോലി ചെയ്ത സൗദി, ബഹ്റൈൻ, ഖത്തർ, UAE, ഈ ഡോഹ, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇസ്മായിലിന്റെ 12 മക്കളുടെ സന്തതികളാണ്. അവരും അതുപോലെ കെത്തൂറയുടെ മക്കളുമാണ്. എന്നാൽ അവരല്ല പ്രശ്നം. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് ഏദോമ്യരെ കുറിച്ചുള്ള പ്രവചനം കാണുന്നു. തീർന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ, അവൻ വരുന്നത് ഏദോമിൽ നിന്നാണ്. അവരെ നിഗ്രഹിച്ചിട്ടാണ്. യെശയ്യാവ് 63 നോക്കിയേ, 63-ന്റെ 1-2 വാക്യം നോക്കിയേ. ഒരു വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 63-ന്റെ 1-ാം വാക്യം നോക്കിയേ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരുവിനാർ, വസ്ത്രാലംകൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരുവിനാർ, നീതി അരുളി ചെയ്യുന്നതിനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുമ്പോൾ അവൻ വരുന്നത് ഏദോമ്യരെ നിഗ്രഹിച്ചുകൊണ്ടാണ്. അവിടെ താഴോട്ട് വായിച്ചാൽ കാണാം,
നിന്റെ ഉടുപ്പൊക്കെ ചുമന്നിരിക്കുന്നത് എന്ത്? മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതിനെ പോലെ ആയിത്തീർന്നത് എന്താണ്? ഇസ്രയേലിൻ്റെ ഏറ്റവും ബദ്ധ വൈരാഗികളാണ് ഏദോമ്യർ. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു പഠനം നടത്തി നോക്കി. വർഷങ്ങൾ ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലായി, ഏദോമ്യർ എന്ന് പറയുന്നതാണ് ആധുനിക പലസ്തീനികൾ. അങ്ങനെ ബ്രദർ പറയുന്നതിൻ്റെ കാരണം എന്നാ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കുക. ഈ 35-ാം അധ്യായത്തിൽ ഏദോമ്യരെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, മറ്റനേക പ്രവചനങ്ങളുണ്ട് ഏദോമ്യരെ കുറിച്ച്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാട്ടെ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ നിത്യവൈര്യം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യകൃത്യകാലമായ അവരുടെ ആപത്തുകാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചു. നോക്കുക, നീ നിത്യവൈരാഗ്യം ഭാവിച്ചു. യു ഹാവ് ഹാർബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി. പുരാതനമായ ഒരു വൈരാഗ്യം. ആരാണ് ഈ വൈരാഗ്യം വെച്ചുകൊള്ളുന്നത്? 2 സഹോദരന്മാർ, ഏശാവും യാക്കോബും. ഇരട്ട സഹോദരന്മാരാണ് ഇവർ. ഈ ഏശാവിന്റെ സന്തതികൾ നിത്യവൈരാഗ്യം, ദൈവം പറയുകയാണ്, നിത്യവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ തുടങ്ങിയ വൈരാഗ്യം? ഉൽപ്പത്തി വായിക്കേണ്ട 27:41 ഏശാവ് യാക്കോബിനെ കൊല്ലുവാൻ മനസ്സിൽ നിശ്ചയിച്ചു. അവിടം തൊട്ട് താഴോട്ട് നോക്കുക. ഞാനിങ്ങനെ കുറിച്ചു വെച്ചു, 1, 2, 3 എന്ന് പറഞ്ഞ് കുറിച്ചു വെച്ചു. ആധുനിക ലോകത്തിന്റെ സംഭവങ്ങൾ വരെ കുറിച്ചു വെച്ചു. അതൊന്നും എടുക്കാൻ നേരമില്ല, പറഞ്ഞ് ഞാൻ പോകാം. 400 വർഷം ഈജിപ്തിൽ നിന്ന് അവർ മടങ്ങി വരികയാണ്. 400 വർഷം കഴിഞ്ഞ് നിങ്ങൾ സംഖ്യാപുസ്തകം 20:20 വായിച്ചാൽ ഏശാവ് വംശം ഏദോമ്യർ വാളോടുകൂടെ അവരെ പിന്തുടർന്നു. ഇതിലെ നിങ്ങൾ കടന്നാൽ നിങ്ങളെ കൊല്ലും, വാളുകൊണ്ട് അവരെ എതിർപ്പെട്ടു. തീർന്നില്ലേ? ആദ്യത്തെ രാജാവായ ശൗല് 1 ശമൂവേൽ 14:47 ഏദോമ്യരുമായി യുദ്ധമുണ്ടായി. 3 ദാവീദ് 10,000 ഏദോമ്യരെ കൊല്ലുന്നതായി 2 ശമൂവേൽ 8:14 വായിക്കുന്നു. ശലോമോനെതിരായി ഏദോമ്യർ എഴുന്നേറ്റു. വീണ്ടും വായിക്കുന്നു, യഹൂദ രാജാവായ അമസ്യാവിന്റെ കാലത്ത് 1 രാജാക്കന്മാർ 14:10 അവിടെയും ഏദോമ്യരുമായി യുദ്ധം. ഏദോമിനോട് യുദ്ധം. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഏദോമിൽ നിന്ന് വരുന്നതായി രേഖപ്പെടുത്തി വെച്ചു. അവരുടെ മനസ്സിൽ എന്താണ്? നിത്യവൈരാഗ്യം. 1880-കളിൽ യഹൂദൻ മടങ്ങി വരാൻ ആരംഭിച്ചപ്പോൾ അവരെ അവിടിട്ട് കൊല്ലാൻ നോക്കി. അവർ ചെയ്യുന്ന കൃഷികൾ നശിപ്പിക്കുകയാണ് ഈ പലസ്തീനികൾ. അവർക്ക് അവിടെ നിൽക്കാൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നിട്ടാണ് അവിടുത്തെ ചെറുപ്പക്കാർ ഒന്നിച്ചുകൂടി, അവരൊരു പടയാളികളെ പോലെ ഒന്നിച്ചുകൂടി. അവരാണ് ഇസ്രയേലിന്റെ ആദ്യത്തെ പട്ടാളക്കാർ, ഹഗ്ന എന്ന് പറയുന്ന പട്ടാളക്കാർ. അവരുടെ കൃഷിഭൂമി സൂക്ഷിക്കാൻ. തീർന്നില്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ജോർഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ജോർഡാൻ, അങ്ങനെ ഒരു രാജ്യം ചരിത്രത്തിൽ ഇല്ല. ഈ ജോർഡാൻ എങ്ങനെ ഉണ്ടായി? 1920-ൽ ലീഗ് ഓഫ് നേഷൻ പലസ്തീൻ്റെ മണ്ണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുത്തു. 1921-ൽ ബ്രിട്ടീഷുകാര് 77% കീറിയെടുത്തിട്ട് ജോർദാന്റെ അങ്ങേക്കര, ട്രാൻസ് ജോർഡാൻ അതിന്റെ പേര്, അവിടെ പലസ്തീനികൾ പാർക്കുവാൻ കൊടുത്തു. അതിന്റെ പേരാണ് പിന്നീട് 46-ൽ ജോർഡാൻ എന്ന പേരിൽ മാറ്റിയത്. ജോർഡാൻ വാസ്തവത്തിൽ പലസ്തീനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. 77% സ്ഥലം കൊടുത്തു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ജോർഡാനിൽ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. ജോർഡാനിൽ പാർക്കുന്ന അവർ തന്നെ പറയുന്നു 60% കൂടുതൽ ആളുകൾ പലസ്തീനികളാണ്. ഇന്ന് ജോർഡാനിലുള്ളത് പലസ്തീനികളാണ്. ഈ ഏദോമ്യരുടെ പർവ്വതം എന്ന് പറയുന്നത് ജോർദാന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന പെട്ര മുതലായ പർവ്വത നിരകളാണ്. ഇസ്രായേലിനോട് യുദ്ധത്തിന് അവർ കടന്നു വന്നു. 48-ൽ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തിട്ട് അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ആ സ്ഥലം 67-ലാണ് ഇസ്രായേൽ തിരിച്ചു പിടിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഈ 35-ാം അധ്യായത്തിൽ ഈ പലസ്തീനികൾ ആവശ്യപ്പെടുന്നത് എന്താണ്? 12-ാം വാക്യം നോക്കിയേ. 35-ന്റെ 12-ാം വാക്യം. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെയൊക്കെയും യഹോവയായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം എന്താണ്? ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം ഏദോമ്യർക്ക് വേണം ഇസ്രായേൽ പർവ്വതം. വെസ്റ്റ് ബാങ്ക് പലസ്തീനികൾക്ക് രാഷ്ട്രമാക്കി തീർക്കാൻ വേണം. ഇസ്രായേൽ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ് അത് കൊടുക്കാതിരിക്കാൻ. ഇസ്രായേൽ അവിടെ ഒരുപാട് ഇൻഡസ്ട്രികൾ ആരംഭിച്ചു. ഏതാണ്ട് 5 ലക്ഷം യഹൂദന്മാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അറബികള് അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ബോംബുകൾ പൊട്ടിക്കുകയായിരുന്നു. അതിനുവേണ്ടി വലിയ മതിലുകൾ കെട്ടിപ്പണിതു. അതിവിടെ ഈ 36-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മതിൽ കെട്ടി സുരക്ഷിതമാക്കുമെന്ന്. ഞാൻ ഓർപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ ഏദോമ്യർക്ക് വേണ്ടിയത് വെസ്റ്റ് ബാങ്കാണ്, ഈ ഇസ്രായേൽ പർവ്വതങ്ങളാണ്. അവ ഞങ്ങളുടേതാണ്.
48 അവർ പിടിച്ചെടുത്തതാണ് ആ സ്ഥലം. അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 1967 6 ദിവസത്തെ യുദ്ധത്തിലാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഈ 2 പർവ്വതങ്ങൾ, ഒന്ന് എദോമിന്റെ പർവ്വതം, ആധുനിക പലസ്തീനികളുടെ പ്രശ്നം, അവർക്ക് ഈ പർവ്വത നിരകൾ വേണം, അവർക്ക് നിത്യ വൈരാഗ്യം, യഹൂദനോട് വൈരാഗ്യം. നിങ്ങൾക്കറിയാം 2023 ആ നിത്യ വൈരാഗ്യമാണ് ഗാസയിൽ നിന്ന് പലസ്തീനികൾ ഇസ്രായേലിനെ ആക്രമിച്ച് 1200 യഹൂദന്മാരെ കൊന്നുകളയുന്നത്. ക്രൂരമായെന്ന് പറഞ്ഞാൽ ക്രൂരമായി. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ മൈക്കിലൂടെ പറയാൻ നിവൃത്തിയില്ല. അവരെ എങ്ങനെ കൊന്നു, അവരുടെ സ്ത്രീകളോട് എങ്ങനെ ഇടപെട്ടു എന്ന് പറയാനൊക്കില്ല. അത്ര ക്രൂരമായി അവർ ഇടപെട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യത്തില് നീ അവരെ 6-ാം വാക്യത്തില്, അത് മലയാള ബൈബിളിൽ നിന്ന് ഇംഗ്ലീഷ് ബൈബിൾ അല്പം വ്യത്യാസമാണ്. 35-ന്റെ 6-ാം വാക്യം. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം നീ വെറുത്തിരിക്കുന്നു. നീ വെറുത്തിരിക്കുന്നു എന്നല്ല, ഐ വിൽ പ്രിപ്പയർ യു ഫോർ ബ്ലഡ്, ബ്ലഡ് ഷാൽ pursue you since you have not hated blood. നീ രക്തത്തെ എതിർത്തില്ല, നീ ചോര പിന്തുടർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടുണ്ട് വാട്സപ്പിലൊക്കെ ഇങ്ങനെ കോഴിയെ കൊല്ലുന്ന പോലെ പുറത്ത് കാലിൻ്റെ മുട്ടുവെച്ച് തലമുടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കഴുത്തറുക്കുന്നത് യഹൂദൻ്റെ. 1200 പേരെ 2023 അവിടെ കയറി ഇതുപോലെ നിഷ്ഠൂരമായി അവർ കൊന്നു. എന്നും കൊല്ലുകയാണ് യഹൂദനെ. നീ ചോര വെറുത്തില്ല, നിന്റെ നിത്യവൈരാഗ്യം. ആ കൂടാരങ്ങളിൽ 2 സഹോദരന്മാർ ഏശാവ് യാക്കോബിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ആ സന്തത പരമ്പരകളിൽ ആ ചോരയിൽ അലിഞ്ഞു ചേർന്നു ആ വൈരാഗ്യം. ഇത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ആളിക്കത്തുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ചുറ്റുമുള്ള കുറേ രാജ്യങ്ങളുമുണ്ട്. നമ്മൾ വളരെ വ്യക്തമായി ദൈവവചനത്തിൽ അത് വായിക്കുന്നുണ്ട്. 36-ാം അധ്യായം നോക്കിയാട്ടെ. 36-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാനം. അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാനത്തില് എന്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. നോക്കുക, ഈ സ്ഥലം അവരവകാശമായി പറയുകയാണ്. എന്നാൽ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീ പറയുന്ന ദൂഷണം. 35-ന്റെ 12-ാം വാക്യത്തിലുണ്ട്, നീ പറയുന്ന ദൂഷണം ഞാൻ കേൾക്കുന്നു. ഈ പർവ്വതങ്ങൾ ഞങ്ങളുടേതാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ പറയുന്നത് ദൂഷണമാണ്, നീ പറയുന്നത് കാപട്യമാണ്. എന്താ കാരണം? ഉൽപ്പത്തി 15 എടുക്കാൻ നേരമില്ല. ഉൽപ്പത്തി 15 അബ്രഹാം പറഞ്ഞു, എനിക്ക് മക്കളില്ല, എൻ്റെ ഭവനത്തിലുള്ള ദാസൻ ഏലിയാസാർ ഇതിൻ്റെ അവകാശിയാകും. ദൈവം അവനോട് പറഞ്ഞു, നീ 5 യാഗവസ്തുക്കൾ എടുക്കുവാൻ. ഉൽപ്പത്തി 15 വായിക്കുന്നു. ആ യാഗവസ്തുക്കളെ 2ആയി പിളർന്നു വെച്ചു. സൂര്യൻ അസ്തമിക്കുന്നു. അബ്രഹാമിന് ഭയം കടന്നു വന്നു. അബ്രഹാമിന് ചലിക്കുവാൻ കഴിയുന്നില്ല. ആ സമയത്ത്, ആ ഇരുട്ടായ സമയത്ത് പുകയുന്ന ഒരു തീച്ചൂള ആ യാഗവസ്തുക്കളുടെ ഇടയിലൂടെ കടന്നുപോയി. എന്നിട്ട് നാം വായിക്കുന്നു, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. എന്താണ് ആ ഉടമ്പടി? ഫ്രാത്ത് നദി മുതൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി വരെയുള്ള ദേശം. നിങ്ങൾ 15-ാം അധ്യായം എടുത്തു നോക്കിയോ, എനിക്ക് വായിക്കാൻ നേരമില്ല. ഫ്രാത്ത് നദി, ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടസ് നദി മുതൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി വരെയുള്ള ദേശമുണ്ടല്ലോ. പലരും ബൈബിൾ നോക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നോക്കിയാട്ടെ. ഉൽപ്പത്തി 15. ആ തീച്ചൂള അബ്രഹാം ചലനമില്ലാതിരിക്കുമ്പോൾ പുകയുന്നൊരു തീച്ചൂള, 17-ാം വാക്യത്തിൽ, സൂര്യൻ അസ്തമിച്ചിരുട്ടായി പുകയുന്നൊരു തീച്ചൂള അതിൻ്റെ നടുവിലൂടെ കടന്നു. അത് ദൈവമാണ്. ആ ദൈവം അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. മിസ്രൈം നദി മുതൽ ഫ്രാത്ത് നദി വരെ, 21-ാം വാക്യം, തന്നിരിക്കുന്നു. തരാൻ പോകുന്നെന്നല്ല, തന്നിരിക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്?
ബ്രദറെ, യെരമ്യാവ് 34 എടുത്ത് ഇവിടെ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. യെരമ്യാവ് 34:16 തൊട്ടുള്ള വാക്യം നോക്കിയേ. അവിടെ വായിക്കുന്നുണ്ട്, കാളക്കുട്ടിയെ പിളർന്നു വെച്ച് അതിൻ്റെ നടുവിലൂടെ നടന്ന് എന്നോട് നിയമം ചെയ്തവർ. യെസ്, ഇല്ലേ? യെരമ്യാവ് 34:16 തൊട്ടുള്ള വാക്യം. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരിക്കുന്ന തൻ്റെ ദാസനെയും ദാസിയും മടക്കി വരുത്തി ദാസീദാസന്മാരായിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനും കൂട്ടുകാരനും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ. ഇതാ ഞാനൊരു വിമോചനം പ്രസിദ്ധമാക്കുന്നു, അത് വാളിനും മഹാമാരിക്കും ക്ഷാമത്തിനും അത്രേ. ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ. മതി, ദൈവോട് പറയുന്ന കണ്ടോ? നെബൂഖദ്നേസർ രാജാവ് വന്നപ്പോൾ ഇസ്രായേൽ ചെയ്ത പണിയാണ്. അവർ കാളക്കുട്ടിയെ പിളർന്നു വെച്ച് നടുക്കൂടെ നടന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പേരാണ് രക്ത ഉടമ്പടി. മരിച്ചാലും ലംഘിക്കാൻ പാടില്ല. ഇസ്രായേൽ മക്കൾ രണ്ടുപേര് തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഇങ്ങനെ യാഗവസ്തുക്കൾ പിളർന്നു വെച്ചിട്ട് നടന്നിട്ട് ഉടമ്പടി ചെയ്യും. എന്നാൽ ഉൽപ്പത്തി 15 അബ്രഹാമിനെ ദൈവം നടത്തിയില്ല. അബ്രഹാം ഭയമുള്ളവനായിട്ട് അവിടെ ഇരുന്നു. ദൈവം മാത്രം ഒരു തീപ്പന്തമായി നടന്നുപോയി. ദൈവം പറയുകയാണ്, നീ പരാജയപ്പെടാം, നിന്റെ മക്കൾ പരാജയപ്പെടാം, എന്നാൽ എൻ്റെ വാക്ക് ഞാൻ മാറ്റില്ല. ഈ ദേശം നിനക്കുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ദേശം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ ശാശ്വത നിയമമായി, എറ്റേണൽ കവനന്റ്, മാറ്റമില്ലാത്ത നിയമം. എന്നാൽ ദൈവരോട് പറഞ്ഞു, നീ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ സകല ജാതികളുടെ ഇടയിൽ നിന്നെ ചിതറിക്കും. അവർ കേട്ടില്ല, പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടില്ല. ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവരുടെ മധ്യത്തിലോട്ട് മാത്രം അയച്ചു. അവനെയും അവർ കേട്ടില്ലേ. അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലാൽ വീഴും, നിങ്ങൾ സകല ജാതികളിലേക്കും ബദ്ധരായി പോകും. നമുക്കറിയാം, കർത്താവിൻ്റെ ക്രൂശ് മരണ ശേഷം AD 70 ലോകത്തിലാകമാനം അവർ ചിതറിപ്പോയി. ദൈവം അവരോട് ഇടപെട്ടില്ലേ? അവരെ തള്ളിക്കളഞ്ഞു. ദൈവസഭയുടെ പണിയിലേക്ക് പ്രവേശിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ഇന്ന് യഹൂദനെ മടക്കിക്കൊണ്ടുവന്ന് നമ്മൾ എസെക്കിയേലിൽ വായിക്കുന്ന പോലെ കാലത്തിൻ്റെ അന്ത്യത്തിൽ മശിഹ വരുന്നതിന് മുമ്പ് വെസ്റ്റ് ബാങ്ക്, ജൂഡിയ, ശമരിയ പർവ്വതനിരകൾ അന്തർദേശീയ പ്രശ്നമായി പലസ്തീൻ ഇഷ്യൂ ആകുമെന്ന് ഈ ബൈബിളിൽ 2600 വർഷം മുമ്പ് പറഞ്ഞത് ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ആയിക്കഴിഞ്ഞു. ഇന്ന് ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നു, ലോകം ശബ്ദമുയർത്തുന്നു. ഞാൻ ഗൗരവമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇസ്രയേൽ ചുറ്റും കിടക്കുന്നവരോട് യുദ്ധത്തിലാണ്. എത്ര യുദ്ധമാണ് നിങ്ങൾക്കറിയാമോ? ഇസ്രയേല് ഒന്നുകിൽ അവർക്ക് ശൂന്യത, അല്ലെങ്കിൽ യുദ്ധം. ദാനിയേലിൻ്റെ പുസ്തകം നോക്കിയേ, ഞാൻ ആ വാക്യം കണ്ട് അത്ഭുതപ്പെട്ടു. ദാനിയേലിൻ്റെ 9, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നവർക്ക് എപ്പോഴും സംഭവിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 9, 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഞാൻ ആ കണക്കിലോട്ട് പോവുകയല്ല. അവിടെ വായിക്കുന്നു, അതായത് പിന്നെ അതിൻ്റെ 26-ാം വാക്യം, 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, യേശുക്രിസ്തു എന്ന് ക്രൂശിക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തി. അത് ആശ്ചര്യമായി നടന്നു. പിന്നെ വായിക്കുന്നു, പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അതിൻ്റെ ശേഷം 40 വർഷം കഴിയുമ്പോൾ റോമൻ സൈന്യം ദേവാലയം നശിപ്പിച്ചു, യെരുശലേം നശിപ്പിച്ചു. പ്രവചനം കൃത്യമായി നടന്നു. അതിൻ്റെ ശേഷം നമ്മൾ വായിക്കുന്നു, അവൻ്റെ അവസാനം പ്രളയത്തോടെ ആയിരിക്കും. അടുത്ത ഭാഗം നോക്കി, അവസാനത്തോളം യുദ്ധങ്ങളും ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടു. വാർ ആൻഡ് ഡെസൊലേഷൻ. ഇസ്രായേലിന് വാർ ആൻഡ് ഡെസൊലേഷൻ, യുദ്ധങ്ങളും ശൂന്യതകളും. AD 70 ശൂന്യതയായിരുന്നു, ഒന്നുമില്ലാതെ കിടക്കുകയാണ്. ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നു. അടുത്ത ദിവസം തുടങ്ങിയ യുദ്ധമാണ്. ആ യുദ്ധം തീർന്നിട്ടില്ല, ഇപ്പോഴും യുദ്ധമാണ്. 2023 ഗാസയിൽ നിന്ന് ഇസ്രായേലിലെ 1200 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർ യുദ്ധം പ്രഖ്യാപിച്ചു. 2 വർഷമായിട്ട് ആ യുദ്ധം തീർന്നിട്ടില്ല. അവിടെ നിന്ന് ലെബനോൻ ബോംബ് ചെയ്തു ഹെസ്ബുള്ളക്കെതിരെ, അവിടെ നിന്ന് യമനെ ബോംബ് ചെയ്തു ഹൂത്തികൾക്കെതിരായി, അവിടെ നിന്ന് 1600 കിലോമീറ്റർ അപ്പുറത്ത് ഇറാനിൽ ബോംബ് ചെയ്തു. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്നവരെ ബോംബ് ചെയ്യുകയാണ്. ഇസ്രായേൽ ഇവിടെ ഒന്നും പരാജയപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ജയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജയിക്കുന്നത്? അവർക്ക് തോൽവിയില്ലാതെ അവർ ജയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അവർക്ക് അനുകൂലമായതുകൊണ്ടാണ് അവർ തോൽക്കാതിരിക്കുന്നതെന്ന്
ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ദൈവം അവരോട് പറഞ്ഞു, ദൈവം അവർക്ക് അനുകൂലമായിരിക്കുമ്പോൾ അവർ പരാജയപ്പെടില്ല. ലേവ്യ പുസ്തകം 26:41 നോക്കിയേ. 26:17 ആദ്യം വായിക്കാം. ലേവ്യ പുസ്തകം 26:17 പെട്ടെന്ന് വായിക്കാം. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും. നമ്മളൊരു കാര്യം ഓർത്തെ, 70 തൊട്ട് അവർ ശത്രുക്കളുടെ മുന്നിൽ തോൽക്കുകയല്ലാതെ ജയം അവർ കണ്ടിട്ടില്ല. ആവർത്തനം 28:7 നോക്കിയേ. ദൈവം അവർക്ക് അനുകൂലമാകുന്ന കാലഘട്ടം. ആവർത്തനം 28:7. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ തോൽക്കുമാറാക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്ഭുതമല്ലേ? 70 ചിതറിക്കപ്പെട്ട് അവരൊരു രാഷ്ട്രമായി മടങ്ങി വരുന്നത് വരെ പരാജയം, തോൽവി അവരെ കൊന്നൊടുക്കി. എന്നാൽ അവർ വന്ന ശേഷം വിജയമല്ലാതെ തോൽവി അവർ കണ്ടിട്ടില്ല. എല്ലാ യുദ്ധങ്ങളും, 48 യുദ്ധം, 56 യുദ്ധം, 67 യുദ്ധം, 73 യുദ്ധം, 82 യുദ്ധം, നമ്മൾ ജീവിക്കുന്ന 2023 യുദ്ധം, എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽ ജയിക്കുന്നു. കാരണം ദൈവം അവർക്ക് അനുകൂലമായി കഴിഞ്ഞു. ദൈവം അവർക്ക് അനുകൂലമായി കഴിഞ്ഞു. ദൈവം അവർക്ക് വിരോധമായിരിക്കുമ്പോൾ അവർ പരാജയപ്പെടുകയാണ്. ദൈവം അവർക്ക് അനുകൂലമായിരിക്കുമ്പോൾ അവർ വിജയം കാണുകയാണ്. ദൈവജനത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലത്ത് ദൈവം അവർക്ക് വിരോധമായിരുന്നു. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. അവരെ മടക്കിക്കൊണ്ടുവന്നത് ദൈവമാണ്. യെരമ്യാ 31:11 നോക്കിയേ. ദൈവമാണ് അവരെ മടക്കിക്കൊണ്ടുവന്നത്. യെരമ്യാവ് ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറയും. അവനെ മടക്കിക്കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ്. എസെക്കിയേൽ പ്രവചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം, ഈ 36-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ 21 പ്രാവശ്യം, 36-ാം അധ്യായത്തിൽ മാത്രം 21 പ്രാവശ്യം ഒരു വാക്ക് ആവർത്തിക്കുന്നു. ഐ വിൽ, ഐ വിൽ, ഐ വിൽ. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഇസ്രായേലിനോട് ദൈവം ചെയ്യുന്നതാണ് 36-ാം അധ്യായം. ഈ അന്ത്യകാല, ഈ പലസ്തീൻ ഇസ്രായേൽ പ്രോബ്ലം രൂക്ഷമാകുമ്പോൾ നമ്മൾ അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചേ. 24-ാമത്തെ വാക്യം, 36:24. എസെക്കിയേൽ പ്രവചനം 36:24. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. മതി, ഞാൻ നിങ്ങളെ സകല ദേശത്തു നിന്നും കൂട്ടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സൗര്യ സൗന്മാരെ, ദൈവം കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്കും ബദ്ധരായി പോകും. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അവർ വന്നു. ആശ്ചര്യമായി, ഇന്ന് കേരളത്തിൽ 10 കുടുംബങ്ങളില്ല, 10 പേരില്ല, എല്ലാം മടങ്ങിപ്പോയി. ഇവിടെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടും. ഞാൻ ചരിത്രം വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായി, ഏതാണ്ട് 130 രാജ്യത്തിൽ നിന്നാണ് ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്ന യഹൂദൻ വന്നിരിക്കുന്നത്. 130 രാജ്യം. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, അന്ത്യകാല പ്രവചനങ്ങളിൽ ഒരെണ്ണം പോലും നിവർത്തിക്കില്ല ഇസ്രായേൽ മടങ്ങി വന്നില്ലെങ്കിൽ. ഇസ്രായേൽ രാജ്യമായി തീർന്നില്ലെങ്കിൽ, ഇസ്രായേൽ മടങ്ങി വന്നില്ലെങ്കിൽ, ഒരു പ്രവചനം പോലും കാലത്തിൻ്റെ അന്ത്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനവും നിവർത്തിക്കില്ല. ഈ എസെക്കിയേൽ 35 തൊട്ട് 36, 37, 38, 39 ഇതെല്ലാം നിവർത്തിക്കുന്നതിൻ്റെ കാരണം ഇസ്രായേൽ മടങ്ങി വന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിൽ നടക്കുന്നതാണ് ആ കാര്യങ്ങൾ. ഞാനൊരു വാക്യം കൂടെ ഓർത്തു പോകുന്നു. യെരമ്യാ 16:13 വാക്യം നോക്കിക്കാട്ടെ. യെരമ്യാ പ്രവചനം 16:13. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുമില്ല. ആ വാക്ക് കണ്ടോ? അവിടെ അന്യദേശത്ത് ഞാൻ നിങ്ങളോട് കൃപ കാണിക്കത്തില്ല. അവർ കരഞ്ഞു നോക്കി. ഹിറ്റ്ലർ മാത്രം 60 ലക്ഷത്തെ കൊന്നൊടുക്കി. മറ്റെത്രയോ രാജ്യത്തിൽ അവരെ കൊന്നു. അവർ കരഞ്ഞു. അവരോട് ഒരു കരുണയും ദൈവം കാണിച്ചില്ല. കാരണം അവർ ദൈവത്തിന്റെ പുത്രനെ ക്രൂശിച്ചു, ഞങ്ങൾക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞു. അതിന്റെ ശിക്ഷ നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു. അവരുടെ 2ാം ലോകയുദ്ധകാലത്ത് ഹിറ്റ്ലർ കൊല്ലുന്നത് 15 ലക്ഷം യഹൂദനെയാണ്. 15 ലക്ഷം അവരുടെ സന്തതികളെ കൊന്നുകളഞ്ഞു. അവരോടൊരു കരുണയും കാണിച്ചില്ല. അവർ കരഞ്ഞിട്ട് കരുണ കാണിച്ചില്ല. എന്നാൽ 102-ാം സങ്കീർത്തനം ഒന്നെടുത്ത്, അയ്യോ നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ കണ്ണു തുറക്കണം, നമ്മളോട്
ഉണർന്നിരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ദൈവം പറഞ്ഞു. 102:13 വാക്യം നോക്കിയാട്ടെ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതെ, അതിന് സമയം വന്നിരിക്കുന്നു. ആ വാക്യം കണ്ടോ? യെരമ്യാ പ്രവചനം 16:13 ഞാൻ നിന്നോട് കൃപ കാണിക്കത്തില്ല. എന്നാൽ ഇവിടെ പറയുന്നു, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവനോട് കൃപ കാണിക്കാനുള്ള കാലം അതെ, അതിനുള്ള സമയം വന്നു. ദൈവിക ഘടികാരത്തിൽ, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ അവരോട് കരുണ കാണിക്കുന്ന ഒരു കാലഘട്ടം. എന്തോ സംഭവിക്കും? എന്ത് സംഭവിക്കും? അടുത്ത വാക്യം നോക്കിയേ. ഈ കരുണ കാണിക്കുമ്പോൾ അടുത്ത വാക്യം നോക്കിയേ. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഭക്തന്മാരായ യഹൂദന്മാർ എല്ലാ പെസഹോത്സവ സമയത്ത് ലോകത്തിൽ ചിതറിക്കിടക്കുമ്പോൾ അവരുടെ മുഖം അവർ യെരുശലേമിനോട് തിരിക്കും. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. അടുത്ത വർഷം യെരുശലേമിൽ അവർക്ക് അവിടെ കയറുവാൻ അവകാശമില്ല. അവരുടെ പിതാക്കന്മാർ മരിച്ചടക്കപ്പെടുമ്പോൾ അവർ കൊണ്ടുപോയ മണ്ണുണ്ട്, പലസ്തീൻ്റെ മണ്ണ്. ഒരു കയ്യിലര ഒരു പിടി മണ്ണെടുത്ത് ആ പിതാക്കന്മാരുടെ ശിരസിന്റെ പുറകിൽ വെച്ചവരെ അടക്കി അവർക്ക് അങ്ങോട്ട് കയറുവാൻ അനുവാദമില്ല. ഒന്നാം ലോകയുദ്ധം കഴിയുന്നത് വരെ തുർക്കികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിക് തുർക്കികൾ. യഹൂദന് പ്രവേശനമില്ല. 1800 ആണ്ട് അവിടെ മുഴുവൻ പരിധി നോക്കിയാൽ 10,000 യഹൂദരില്ല. ദൈവം കരുണ കാണിച്ച സമയം. ലോകത്തിൻ്റെ 4 കോണിൽ നിന്നും കൈനീട്ടി അവരെ കൊണ്ടുവന്നു. 130 രാജ്യത്ത് നിന്ന് അവരെ കൊണ്ടുവന്നു. നീ കരുണ കാണിപ്പാനുള്ള സമയം, അതെ, അതിനുള്ള സമയം. A set time to show her favor എന്നാണ് ഇംഗ്ലീഷിൽ. സെറ്റ് ടൈം, ദൈവം നിശ്ചയിച്ച കരുണ കാണിക്കാനുള്ള സമയം. നമ്മൾ യെരുശലേമിൽ ചെന്നാൽ കാണാം, അവിടെയുള്ള കല്ലുകളെ അവർ ചുംബിക്കുന്നു. വിലാപം അതിൻ്റെ കല്ലുകളിൽ ചുംബിക്കുന്നു, അതിൽ തലയിട്ട് അടിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കല്ലുകളെ ചുംബിക്കുന്നു, കല്ലുകളെ സ്നേഹിക്കുന്നു. ആ കല്ലുകളെ തൊടാൻ അവർ കൊതിച്ചു. ഇന്ന് സാധിക്കുന്നു, കാരണം ദൈവം അവരോട് കൃപ കാണിച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം 15-ാമത്തെ വാക്യം. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. വണ്ടർഫുൾ, വളരെ വണ്ടർഫുൾ. ആ വാക്കുണ്ടോ? യഹോവ സിയോനെ പണിയും. ദൈവ കരുണ കാണിച്ച് അവനെ 4 പുറത്ത് നിന്നും മടക്കി കൊണ്ടുവന്ന് സിയോനെ പണിയും. ഇന്ന് ഇസ്രയേലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ബ്രദറെ, യെരമ്യാ പ്രവചനം 31-ാം അധ്യായം എന്നെടുത്ത് അതിൻ്റെ 28-ാം വാക്യം വായിച്ചേ. ഞാൻ ഒരു വാക്യം കൂടെ ഓടിച്ചു പറയട്ടെ. എസെക്കിയേൽ 31:28 വാക്യം. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും. ഞാനൊരു കാലത്ത് അവരെ നശിപ്പിക്കുവാൻ, പറിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ ഞാൻ ജാഗരിക്കുകയായിരുന്നു. I was watching over them to break them down, to pluck them up. അവരെ പറിച്ച് മുടിക്കാൻ, അവർ നശിക്കാൻ അവരോട് ഒരു കരുണയും ഞാൻ കാണിച്ചില്ല. അതുപോലെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. ഫലസ്തീനിൽ മനുഷ്യനില്ലായിരുന്നു, അവിടെ ആളുകളില്ലായിരുന്നു. അതിന്റെ 27-ാം വാക്യം നോക്കിയേ. 31:27 വാക്യം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരുമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ഒരു കാലഘട്ടം കാണിക്കുകയാണ്. വീണ്ടും ഞാൻ മനുഷ്യനെയും മൃഗത്തെയും അവിടെ വിതയ്ക്കും. സംഭവിച്ചു. ദൈവത്തിന്റെ കൃത്യസമയം. ഒരു ഭാഗം കൂടെ കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കണം. പത്രോസ് ചെയ്ത പ്രസംഗം, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം എടുത്താട്ടെ. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം പെന്തിക്കോസ് പെരുന്നാളിലാണ്. അന്ന് പ്രസംഗിച്ച ശേഷം രണ്ടാമത് പ്രസംഗിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഞാനതിൻ്റെ രക്തചുരുക്കം പറയട്ടെ. അവിടെ അമ്മയുടെ ഗർഭം തൊട്ട് മുടതനായ ഒരുത്തനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ ചോദിക്കാൻ കൊണ്ടിരുത്തും. അവൻ അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനാണ്. അവിടെയുള്ളവർക്ക് അവനെ അറിയാം. പത്രോസിനെയും യോഹന്നാനെ കണ്ടപ്പോൾ ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയുമില്ല, എനിക്കുള്ളത് തരാം, നസറേന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റു, തുള്ളിച്ചാടി അവരോടൊത്ത് ദേവാലയത്തിൽ കടന്നു. 3-ാം അധ്യായം നോക്കിയാട്ടെ. അവര് അതിൻ്റെ 10-ാം വാക്യം. ഇത് സംഭവിച്ചത് അറിഞ്ഞിട്ട് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞു. യഹൂദന്മാർ ഇത് കണ്ടു ഭയപ്പെട്ടു, വിസ്മയം പിടിച്ചു. 12-ാം വാക്യം പത്രോസ് പ്രസംഗിക്കുകയാണ്. ഇസ്രായേൽ പുരുഷന്മാരെ ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? മതി. പത്രോസ് പ്രസംഗിച്ചത് എന്താണ്? മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. എന്നിട്ട് പത്രോസ് യേശുക്രിസ്തുവിന്റെ 2ാം വരവാണ് പ്രസംഗിക്കുന്നത്. ബ്രദറെ, 19-ാം വാക്യം നോക്കിയേ. 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും
നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവിനെ മടക്കി അയക്കുമെന്ന് യഹൂദനോട് പറയുന്നു. എപ്പോൾ മടക്കി അയക്കുമെന്നാ പറഞ്ഞേക്കുന്നത്? അടുത്ത വാക്യം നോക്കിയേ, അടുത്ത വാക്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, കണ്ണു തുറന്ന വാക്യം നോക്കിയേ. പത്രോസ് രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്നത് ഈ യഥാസ്ഥാനം കഴിയുമ്പോഴാണ്. യഹൂദന്റെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു, അവിടെ ജനങ്ങൾ മടങ്ങി വന്നു, ആ ദേശത്ത് മഴ വന്നു, അവിടെ കൃഷി യഥാസ്ഥാനപ്പെട്ടു, പട്ടണങ്ങൾ പണിതു, അവിടെ മൃഗങ്ങൾ ഉണ്ടായി. ഒന്നൊന്നായി പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെട്ടു. ഇനിയും നടക്കേണ്ടത് എന്താ? സ്വർഗം അവനെ അയക്കണം. സ്വർഗം അവനെ അയക്കും. പത്രോസ് പറഞ്ഞു, ഈ പറഞ്ഞത് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും, അതിൻ്റെ ശേഷം അവനെ അയക്കും. ഞാനിവിടെ നിർത്തേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവിനെ അയക്കണമെങ്കിൽ മഹത്വപ്രത്യക്ഷതയാണ്. നമ്മൾ വായിച്ചു 102 സങ്കീർത്തനത്തിൽ യഹോവ സിയോനെ പണിയുമ്പോൾ തൻ്റെ മഹത്വത്തിൽ വരും. അത് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയാണ്. അതിന് മുമ്പ് 7 വർഷം മുമ്പെങ്കിലും സഭ ഇവിടെ നിന്ന് പോകണം. അങ്ങനെ സഭ പോയ ശേഷം നടക്കുന്നതാണ് എസെക്കിയേൽ 35-36 യുദ്ധം. ആ യുദ്ധം പരിണിത ഫലം നാളെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2600 വർഷം മുമ്പ് മശിഹ വരുന്നതിന് മുമ്പ് വെസ്റ്റ് ബാങ്ക് ഇഷ്യൂ ആകുമെന്ന് ദൈവം പറഞ്ഞു. അത് ആയിക്കഴിഞ്ഞു. അത് ഒരു 3-4 ലോകയുദ്ധത്തിലേക്ക് മാറും. ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കുന്ന ഒരു യുദ്ധമായി മാറും. നാളെ രാത്രി ഞാനത് എടുത്ത് കാണിക്കാം. നമ്മൾ വന്നെത്തിയ ദിവസങ്ങൾ ഓർത്തേ. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിള് നമ്മുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണ്. നാം ഇത് അപഗ്രഥിക്കാൻ എത്രയോ ബാധ്യസ്ഥരാണ്. കാലത്തിൻ്റെ അന്ത്യത്തിൽ മശിഹ വരുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് എസെക്കിയേൽ 33 തൊട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ. ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ എസെക്കിയേൽ മാത്രം രേഖപ്പെടുത്തി. ആ ഇസ്രായേൽ പർവ്വതങ്ങൾ നമ്മൾ കണ്ടു. പർവ്വത നിരകളാണ് ഇസ്രായേലിൻ്റെ. ജൂഡിയ, ശമരിയ, ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്. ഉന്നത പർവ്വത നിരകൾ ടെമ്പിൾ മൗണ്ട് ഏരിയയാണ്. അത് പലസ്തീനികൾ പറയുന്നു ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ദേശമാണ്. ഏശാവിൻ്റെ വംശം പറയുന്നു ഞങ്ങളുടെ രാജ്യമാണ്. ഇസ്രായേൽ 67 പിടിച്ചെടുത്തു. അവർക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. വിട്ടുകൊടുത്താൽ അവരുടെ ചുറ്റും അവരുടെ ശത്രുക്കൾ, രാജ്യത്തിൻ്റെ അകത്തുകൂടെ ആ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുത്താൽ പിന്നെ രാജ്യത്തിന് നിലനിൽപ്പില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എപ്പോഴാണ് വിട്ടുകൊടുക്കുന്നതെന്നും ഒക്കെ നമുക്ക് നാളെ ചിന്തിക്കാം. ഞാൻ മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. എന്നെ കേൾക്കുന്ന ഏറിയ പങ്കും ദൈവമക്കളാണ്. കർത്താവ് വരാറായെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊരു അലങ്കാര ഭാഷയായിട്ട് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഗൗരവമായി ഞാൻ പറയട്ടെ, ഗൗരവമായി പറയട്ടെ, ഏത് സമയവും യേശുക്രിസ്തു വന്ന സഭയെ മാറ്റാം. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിപ്പിച്ച് നമ്മെ ഇവിടെ നിന്ന് മാറ്റിയാൽ, പത്രോസ് പറഞ്ഞ പോലെ, എല്ലാം യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞു. പ്രവാചകന്മാർ പറഞ്ഞത് 1 by 1 ആയിട്ട് നടന്നു കഴിഞ്ഞു. ഇനിയും നടക്കേണ്ടത് ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെടണം. ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സ്വർഗം ഭൂമിയിലേക്ക് അയക്കും. അത് ബഹുത്വപ്രത്യക്ഷതയാണ്. ദൈവമക്കളായ നമ്മൾ ആമോസ് 4:12 വായിക്കുന്നുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കണക്കുകളെ അവിടെ കൊടുക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ എങ്ങനെ ജീവിച്ചു, എൻ്റെ സമയങ്ങൾ എങ്ങനെ ചെലവഴിച്ചു, എനിക്കുള്ള പണവും എൻ്റെ കഴിവുകളും ഒക്കെ എങ്ങനെ ചെലവഴിച്ചു, അത് പരിശോധിക്കുന്ന ദിവസമാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ. നമ്മളെ ആദരിക്കാൻ പോവുകയാണ്. അവന് വേണ്ടി കഷ്ടം അനുഭവിച്ചവർ, വേദന അനുഭവിച്ചവരെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാണ് എന്നെ കേൾക്കുന്ന ഏറിയ പങ്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ നാളുകളെക്കാട്ടിൽ പ്രാർത്ഥിപ്പാൻ കടംപ്പെട്ടവരാണ് നമ്മൾ. അവനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ കടംപ്പെട്ടവരാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, നിങ്ങൾ ഇത് കേട്ടിട്ട് രക്ഷിക്കപ്പെടാതെ പോവുകയാണ്, ഇത് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഉൽപ്രാവണം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി രക്ഷിക്കപ്പെടില്ല. എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ ചോദിക്കും. ഞാൻ ഒരു വാക്യത്തിലൂടെ അതൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 2 തെസ്സലോനിയർ 2-ാം അധ്യായം. ഞാൻ പറയുന്നത്, ഇന്ന് സുവിശേഷം കേട്ടിട്ടും നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഉൽപ്രാവണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടില്ല. അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. 2 തെസ്സലോനിയർ 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും.
അടുത്തത്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആ വാക്യം കണ്ടോ? പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടും ദൈവം സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയിട്ടും ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് മനസ്സിലാക്കിയിട്ടും സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കണം, പാപത്തിൽ മുഴുകി ജീവിക്കുകയാണ്. പാപം നിങ്ങൾക്ക് ഇമ്പമാണ്. അതേ, പാപത്തിന് ഇമ്പമുണ്ട്. മോശ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ വേണ്ട എന്ന് വെച്ചു. പാപത്തിന് ഭോഗമുണ്ട്, പാപത്തിന് പ്ലഷറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവജനം ഓർപ്പിക്കുന്നു, സത്യത്തെ സ്നേഹിക്കാതെ അനീതിയിൽ രസിക്കുന്ന മനുഷ്യരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഉൽപ്രാപണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടില്ല. എന്താ കാരണം? ദൈവം പറയുന്നു, നിങ്ങൾക്ക് ന്യായവിധി വരണം. നിങ്ങൾക്ക് ന്യായവിധി വരാൻ ഭോഷ്ക് വിശ്വസിപ്പാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. കാൽവറി ക്രൂശിൽ ദൈവപുത്രൻ മരിച്ചു. നിങ്ങളുടെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി അവൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് അവൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടും ഈ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ല. നിങ്ങളുടെ താല്പര്യം ഇവിടെ വായിച്ചതുപോലെ അനീതിയിൽ രസിക്കണം, അല്പം കൂടെ രസിക്കണം, അല്പം കൂടെ ഇമ്പം, പാപത്തിൻ്റെ ഭോഗം. നിങ്ങളെ ശിക്ഷിക്കപ്പെടാൻ, നിത്യനരകത്തിൽ പോകാൻ. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഭോഷ്ക് വിശ്വസിച്ചവർ, അന്തിക്രിസ്തുവിനോട് വിശ്വസിക്കുന്നവർ നിത്യനരകത്തിൽ പോകും. ഗന്ധം കത്തുന്ന തീപ്പൊയ്യ. ഒരിക്കലും വിടുതലില്ല, ഒരിക്കലും വിടുതലില്ല. എത്ര ഭയങ്കരമാണ്! നരകം ഭീകരമാണ്, ഭയാനകമാണ്. അവിടെ നിന്ന് കർത്താവ് പറഞ്ഞു, നിനക്ക് തടസ്സം നിന്റെ കൈയാണോ വെട്ടിക്കളക, കണ്ണാണോ ചൂഴ്ന്നു കളക. ഒരു മനുഷ്യൻ ഒരിക്കലും കൈ വെട്ടിക്കളയാനും കണ്ണ് ചൂഴ്ന്നു കളയാനും തുനിയത്തില്ല. എന്തിനാ കർത്താവ് അത് പറഞ്ഞത്? നരകം അത്ര ഭീകരമാണ്. അത് സൃഷ്ടിച്ചത് കർത്താവാണ്. ദൃശ്യമായതും അദൃശ്യമായതും സൃഷ്ടിച്ചത് കർത്താവാണ്. ഭയാനകമായ നിത്യാഗ്നിയിൽ നീ വീണാൽ ഒരിക്കലും നിനക്ക് മടങ്ങി വരാൻ കഴിയില്ല. നിത്യനാശം എന്ന ശിക്ഷാവധി. നീ ഇന്ന് രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, നീ പാപത്തെ രസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉൽപ്രാപണം ഇന്ന് നടന്നാൽ നടക്കുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വ്യത്യാസം ഒരു ദൈവ പൈതലിന് കാണാം. വെസ്റ്റ് ബാങ്ക് അന്തർദേശീയ പ്രശ്നമായി. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വെസ്റ്റ് ബാങ്ക് ഏദോമ്യരുടെ അല്ലെങ്കിൽ പലസ്തീനികളുടെ ഇഷ്യൂ ആയിട്ട് മാറി. ദൈവസഭ മാറ്റപ്പെടാതെ അടുത്ത ഭാഗം നിവർത്തിക്കില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം. കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കണം. സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ദൈവമക്കളായി നമ്മൾ വളരെ വളരെ ഉണർന്ന് വളരെ സുബോധമായി നമുക്ക് ജീവിക്കാം. ഓരോ ദിവസവും ദൈവം തരുന്ന ദാനമാണ്. ആ ദാനമായി നൽകിയ സമയം കർത്താവിന് വേണ്ടി വിനിയോഗിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടും.